നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? എട്ടാമത്തെ ടെസ്റ്റിലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി നമുക്കൊരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്. രണ്ട് പെർപെൻഡിക്കുലർ കോഡ്സ് ആണ് എ ബിയും സി ഡിയും. ദെൻ പ്രൂവ് ദാറ്റ് ആർക്ക് എ പി സി, ഈ ആർക്ക് എ പി സി എന്ന് പറയുന്നതും ഈ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കും കൂടെ ജോയിൻ ടുഗദർ മേക്ക് എ സെമി സർക്കിൾ എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ഈ എ പി സി എന്ന് പറയുന്ന ആർക്ക്, നമ്മളിവിടെ ഇതാണ് ഈ ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എ പി സി എന്ന് പറയുന്ന ആർക്കും അതുപോലെ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെമി സർക്കിൾ ആണ് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് ആർക്ക് എ പി സി ആൻഡ് ആർക്ക് ബി ക്യു ഡി ജോയിൻ ടുഗദർ ടു മേക്ക് എ സെമി സർക്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ സെമി സർക്കിൾ കിട്ടണമെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഏതെങ്കിലും ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആംഗിൾ 90 ആയിരിക്കണം അല്ലേ? ആ 90 ആണെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, 180 ആയിരിക്കണം അല്ലേ? രണ്ട് ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് അതൊരു സെമി സർക്കിൾ ആണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? എപ്പോഴും എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആയിരിക്കണം. 90യുടെ ഡബിൾ 180 ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഒരു രണ്ട് ആർക്ക്, ഫസ്റ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആർക്കാണ്, ഇത് വേറൊരു ആർക്കാണ്. ഈ രണ്ട് ആർക്കും കൂടെ ജോയിൻ ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ നമുക്ക് 180 ആണ് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫിഗറിനകത്ത് ഈ എ എന്ന് പറയുന്ന പോയിന്റും ഡിയും കൂടെ, ഈ എയും ഡിയും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. നമ്മുടെ ഫിഗറിനകത്ത് നമ്മൾ ഈ ഒരു എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആണ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് നമ്മൾ ഈ എയും ഡിയും കൂടെ ഈ കോഡ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ നമുക്ക് അറിയാൻ പാടില്ല, അതിന് എക്സ് എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ വൈ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 180 ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം എന്താ, ഈ ഒരു ട്രയാങ്കിളിനകത്ത് ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 3 കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ആംഗിൾ വൈയും ആംഗിൾ എക്സും ഈ 90യും കൂടെ കൂടുന്നത് ടോട്ടൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് നമുക്ക് എഴുതാം. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്ന് പറയുന്നത് 180, ഇതിന് നേരെ എടുത്തു 180 മൈനസ് 90 ഡിഗ്രി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഈ ഒരു ഇത് വൈ എന്ന് കൊടുത്തു, ഈ ആംഗിളിന് വൈ എന്ന് കൊടുത്തു, ഇത് ആംഗിൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. കാരണം ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന് 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എക്സും ഈ ആംഗിളും ഈ ആംഗിൾ വൈയും കൂടെ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ 90 ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 180 മൈനസ് 90 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 90 കിട്ടും. ഇത് നമുക്ക് ആവശ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ സമം 90 ഡിഗ്രി, ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മളോട് എന്താ പറഞ്ഞേക്കണേ? ഈ ആർക്ക് എ പി സി എന്ന് പറയുന്ന ഒരു ആർക്ക് അല്ലേ? ഈ എ പി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന നമ്മൾ നേരെ വരച്ചു. സെൻട്രൽ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിളും ഈ ബി ക്യു ഡി എന്ന് പറയുന്ന ആ സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 180 വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ എ പി സിയുടെ ഒരു സെൻട്രൽ ആംഗിൾ അങ്ങ് വരച്ചു. ഇനി ഇവിടെ നോക്കിക്കേ, ഈ എ എന്ന് പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്നതാണ് നമ്മൾ എ ഒ സി എന്ന് പറയുന്നത്. അത് ശരിക്കും അതേ എയും സിയിലേക്കും വരയ്ക്കുന്ന കോഡുകൾ ഏതാന്ന് നോക്കിയേ, എ ഡി സി അല്ലേ നോക്കിയാൽ സെയിം അല്ലേ നോക്കിയാൽ ഒരേ ആർക്കിൽ നിന്ന് പോകുന്ന ലൈൻ കോഡ്സ് ആണിത്. അപ്പം എ സി എന്ന് പറയുന്ന അതേ സെൻറ്ററിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്നതാണ് എ ഡി സി എന്ന് പറയുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് വരുന്നതാണ് ഈ എ ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിളാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആയി. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു എക്സ്. ദെയർഫോർ ആംഗിൾ എ ഒ സി ഈക്വൽ ടു എന്ത് എഴുതാം? ആംഗിൾ എ ഒ സി ഈക്വൽ ടു 2x. അതായത് ഈ എ ഡി സിയുടെ സെൻട്രൽ ആംഗിളാണ് എ ഒ സി. അപ്പോൾ എ ഡി സി എക്സ് ആണെങ്കിൽ എ ഒ സി സമയം എന്തായിരിക്കും? 2x ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത അതുപോലെ തന്നെ എടുക്കുക, ഈ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ വരയ്ക്കുക. ഇത് ഇങ്ങോട്ട് നേരെ സെൻട്രൽ ആംഗിൾ വരച്ചു. ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തേക്കണം വൈ. നോക്കിക്കേ, അതേ സെയിം കോഡിലേക്ക് വരുന്ന
സെൻട്രൽ കോഡ് സെൻട്രൽ ആംഗിൾ അല്ലേ ഈ ഇത് നോക്കി ആ കോഡ് ആ പോയിന്റിൽ നിന്ന് പോകുന്ന സെൻട്രൽ ആംഗിൾ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത് y ആണെങ്കിൽ ഈ ബി ഒ ഡി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 2y ആയിരിക്കില്ലേ. അപ്പൊ therefore നമുക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 2y ആയിരിക്കും. കാരണം സെയിം പോയിന്റിൽ നിന്ന് വരുന്ന ഈ രണ്ടും സെയിം പോയിന്റ് ആണ്. അതിൻ്റെ ഇത് കണ്ടോ, ഈ രണ്ട് പോയിന്റിൽ നിന്ന് വരുന്ന ആർക്കിലേക്ക് പോകുന്ന ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിളാണ് ആംഗിൾ എ ബി എ ഡി എന്ന് പറഞ്ഞു. അത് y ആ നമ്മൾ എടുത്തേക്കണം അല്ലേ. അപ്പൊ അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും അതിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്ന ബി ഒ ഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ആയിരിക്കും. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y കിട്ടി. ഇനി നമ്മൾ എന്താ നോക്കിയേ, ഈ ആർക്കിനകത്ത് വരുന്ന സെൻട്രൽ ആംഗിൾ 2x, ഈ ആർക്കിനകത്ത് വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2y ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ്, സെമി സർക്കിൾ ആവണം. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുന്നത് എന്താവണം, സെമി സർക്കിൾ ആണെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഈ രണ്ട് ആംഗിൾ കൂടി ഒന്ന് ആഡ് ചെയ്തു. അതായത് ആർക്ക് എ പി സിയിലുള്ള സെൻട്രൽ ആംഗിൾ 2x, ആർക്ക് ബി ക്യു ഡിയിലുള്ള സെൻട്രൽ ആംഗിൾ 2y, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ മക്കളെ, രണ്ടിനകത്തും 2 കോമൺ അല്ലേ. അപ്പൊ നമ്മൾ 2 പുറത്തെടുത്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് വൈ വരും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആംഗിൾ എക്സ്, ഇത് വേണമെങ്കിൽ ആംഗിൾ കൊടുക്കാം, ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ആംഗിൾ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഒരു ആംഗിൾ. അപ്പൊ ഇതിന് വേണമെങ്കിൽ ആംഗിൾ 2x പ്ലസ് ആംഗിൾ 2y എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയെന്ന് മാത്രം. അപ്പൊ ഇതെന്താണ്, ഈ എസ് പ്ലസ് വൈ സമം 90 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കാൻ പാടില്ല, 2 × 90 വരും. 2 × 90 എന്ന് പറഞ്ഞാൽ 180 വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ 2x ഈ രണ്ട് സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, 2x പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ ആൻസർ ആയില്ലേ നോക്കിയേ. ഇപ്പൊ 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ 2 × s പ്ലസ് വൈ ആയി. ഈ s പ്ലസ് വൈക്ക് പകരം നമ്മൾ ഈ വാല്യൂ ഇവിടെ കൊടുത്തു, 90 കൊടുത്തു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 90, ആൻസർ ഈസ് 180 ആയി.